Hi all, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഇമേജ് മെനുവിലെ നെക്സ്റ്റ് കമാൻഡ് എന്ന് പറയുന്നത് ക്യാൻവാസ് സൈസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇമേജ് സൈസിനെ കുറിച്ച് പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ക്യാൻവാസ് സൈസ് ആണ്. ക്യാൻവാസ് സൈസിന്റെ ഷോർട്ട് കട്ട് എന്ന് പറയുന്ന Alt + Ctrl + C ആണ് ക്യാൻവാസ് സൈസിന്റെ ഷോർട്ട് കട്ട്. ക്യാൻവാസ് സൈസ് എന്താണെന്ന് ഞാൻ ആദ്യമേ തന്നെ നിങ്ങളുടെ അടുത്ത് പറയാം. The canvas size command is used to increase or decrease our image canvas size. That means നമ്മുടെ ഈ കാണുന്ന ഇമേജ് കണ്ടോ, ഈ ഇമേജ് ഈ ഓപ്പൺ ചെയ്തേക്കുന്ന ഈ ഏരിയയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്യാൻവാസ് സൈസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ക്യാൻവാസ് സൈസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഇമേജ് മെനുവിലെ ക്യാൻവാസ് സൈസ് യൂസ് ചെയ്യുന്നത്. സോ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇവിടെ ഞാൻ നോക്കുക, ഇവിടെ ഇതിന്റെ വിഡ്ത്ത് കണ്ടോ, വിഡ്ത്തും ഹൈറ്റും, ഈ ക്യാൻവാസിന്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 6.4 ഇഞ്ചും ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ് 3.6 ഇഞ്ചും ആണ്. ഓക്കെ, ഞാനത് ചേഞ്ച് ചെയ്യുവാണ്. സെയിം നമ്മൾ ഇമേജ് സൈസ് ചേഞ്ച് ചെയ്ത പോലെ തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. ഇവിടെ ഇഞ്ചിലാണ് കിടക്കുന്നത്, യൂണിറ്റ് കിടക്കുന്നത്. സോ ഞാൻ ഇവിടെ ഇഞ്ചോ ഈ പിക്സലോ ഒന്നും മാറ്റുന്നില്ല. ഇവിടെ നോക്കുക, വിഡ്ത്തിൽ വന്നിട്ട് 6.4 ആണ്. ഞാൻ അതിന് എന്താക്കുവാണ്, 7 അല്ലെങ്കിൽ 8 ആക്കുവാണ്. 8 ആക്കുവാണ് കേട്ടോ, 8 ആക്കുവാണ്. അതുപോലെ തന്നെ ഹൈറ്റ് എത്ര ആക്കുവാണ്, ഞാൻ 5 ആക്കുവാണ്. ഓക്കെ, ഇപ്പൊ വിഡ്ത്ത് 8 ഹൈറ്റ് 5 ആക്കി. ഞാൻ ഇവിടെ ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ നോക്കുക, ഇത് കണ്ടോ, ഈ ഇമേജിന് ചുറ്റും എക്സ്ട്രാ സ്പേസ് ആഡ് ആയിരിക്കുന്നത് കണ്ടോ. സോ അതാണ് ഞാൻ രണ്ടാമത്തെ ലൈനിൽ പറയുന്ന കാര്യം, ഇറ്റ് പുട്ട്സ് എക്സ്ട്രാ സ്പേസ് അറൌണ്ട് അവർ ഇമേജ് എന്ന് പറയാൻ കാരണം. ഓക്കെ, സോ അപ്പൊ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ ഇമേജിന് ചുറ്റും എന്ത് കിട്ടി, നമുക്കൊരു സ്പേസ് കിട്ടി. ഈ സ്പേസിൽ ഫില്ല് ചെയ്ത് വന്നിരിക്കുന്ന കളർ ഏതാണ്, ബാക്ക്ഗ്രൗണ്ട് കളർ ഏതാണോ ആക്ടിവേറ്റ് ചെയ്തിട്ടേക്കുന്നത്, സോ ആ കളറാണ് ഇവിടെ നമുക്ക് ഫില്ല് ചെയ്ത് വന്നേക്കുന്നത്. അപ്പൊ അതാണ് ഇവിടെ ഇമേജ് മെനുവിൽ ക്യാൻവാസ് സൈസിൽ പോകുമ്പോൾ നമ്മൾ ക്യാൻവാസിന്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊരു ഇമേജ് അല്ലെങ്കിൽ എന്ത് ഓപ്പൺ ചെയ്താലും അതൊരു ക്യാൻവാസിലേക്കാണ് ഓപ്പൺ ആയി വന്നേ എന്ന കാര്യം മനസ്സിലാക്കുക. നോർമലി നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ആ ക്യാൻവാസിന്റെ സൈസ് എന്ന് പറയുന്നത് എന്താണ്, ഓപ്പൺ ചെയ്യുന്ന ഇമേജിന്റെ സെയിം സൈസിലായിരിക്കും ക്യാൻവാസ് ഓപ്പൺ ആയി വരുന്നത്, സൈസ് സെയിം ആയിരിക്കും. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇമേജ് മെനുവിൽ വന്നിട്ട് ക്യാൻവാസ് സൈസിൽ വന്നിട്ട് എന്ത് ചെയ്യാം, ഈ ക്യാൻവാസ് സൈസ് നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാമത് അഡ്ജസ്റ്റ് ചെയ്യാം. സോ ആ അഡ്ജസ്റ്റ് ചെയ്യുന്ന മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. പിന്നെ ആ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എങ്ങനെയാണ് എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി ഇവിടെ കാണിച്ചു തന്നു. ഓക്കെ, സോ വിഡ്ത്തും ഹൈറ്റും നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാം. അതിന്റെ യൂണിറ്റ് കാര്യങ്ങളെല്ലാം ഇവിടെ കിടപ്പുണ്ട്. ഇതിനകത്ത് ഏത് യൂണിറ്റ് വാല്യൂ ഇട്ടിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ വിഡ്ത്തും ഹൈറ്റും നമുക്കിവിടെ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമുക്കിവിടെ എന്തുണ്ട്, റിലേറ്റീവ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, റിലേറ്റീവ്. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ റിലേറ്റീവ് ടിക്ക് ഓൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു അബ്സല്യൂട്ട് വാല്യൂ നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ദാറ്റ് മീൻസ് ഞാനിവിടെ 2 വിഡ്ത്ത് ഹൈറ്റ് 3 എന്ന് പറഞ്ഞ് കൊടുക്കുവാണെങ്കിൽ ആ വിഡ്ത്ത് 2 ഇഞ്ചും ഹൈറ്റ് എത്ര ഇഞ്ചും വരും, 3 ഇഞ്ചും ചേഞ്ച് ആയി വരും. അതാണ് റിലേറ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ റിലേറ്റീവ് ടിക്ക് ഓഫ് ആകുമ്പോൾ അതിന്റെ ആക്ച്വൽ ക്യാൻവാസ് സൈസ് ആയിരിക്കും കാണിക്കുന്നത്, അത് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. റിലേറ്റീവ് ടിക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ഇഞ്ച് എത്ര യൂണിറ്റ് നമുക്ക് ഇതിന്റെ വിഡ്ത്തും ഹൈറ്റും ചേഞ്ച് ചെയ്യണം എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ റിലേറ്റീവ് ടിക്ക് ഓൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, സോ അപ്പൊ അത്രയാണ് നമുക്ക് റിലേറ്റീവ് എന്നുള്ള ഓപ്ഷൻ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ ആങ്കർ പോയിന്റ് ഉണ്ട്. ആങ്കർ പോയിന്റ് മീൻസ് നമ്മളിവിടെ ആങ്കർ പോയിന്റ് സെന്റർ ആണ് ബേസ് ചെയ്തേക്കുന്നത്. സോ നമുക്ക് സെന്ററിൽ നിന്ന് ഈക്വൽ ആയിട്ട് എല്ലാ ഡയറക്ഷനിലേക്കും ഇതുണ്ടാവും. നമ്മൾ കൊടുക്കുന്ന വാല്യൂ അനുസരിച്ച് ക്യാൻവാസിന്റെ സൈസ് കൂടും. നമുക്കൊരു ആങ്കർ പോയിന്റ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ ഈ ആങ്കർ പോയിന്റ് ലെഫ്റ്റ് സൈഡിലേക്ക് ചേഞ്ച് ചെയ്യുവാണ്. ലെഫ്റ്റ് സൈഡിലേക്ക് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്, ലെഫ്റ്റിൽ നിന്ന് റൈറ്റ് സൈഡിലേക്കായിരിക്കും മെഷർമെന്റുകളെല്ലാം ചേഞ്ച് ആവുന്നത്. ഇപ്പൊ ഞാൻ എന്റെ വിഡ്ത്ത് എന്ന് പറയുന്ന 3 ഇട്ട് കൊടുത്തു, ഹൈറ്റിലെ ഡിഫറൻസ് ഒന്നും ഞാൻ കൊടുക്കുന്നില്ല. ഞാനിവിടെ ഓക്കെ കൊടുക്കുമ്പോൾ കണ്ടോ, ലെഫ്റ്റ് സൈഡിൽ ആങ്കർ പോയിന്റ് ആഡ് ചെയ്തേക്കുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിലേക്ക് ചേഞ്ച് ആയില്ല, ലെഫ്റ്റിൽ നിന്ന് റൈറ്റ് സൈഡിലേക്കാണ് എന്ത്, ഞാൻ ആ കൊടുത്ത 3 എന്ന് പറഞ്ഞ യൂണിറ്റ് വെച്ചിട്ട് ക്യാൻവാസ് സൈസ് വലുതായിരിക്കുന്നത്. സോ അപ്പൊ അതാണ് എന്ത്, ആങ്കർ പോയിന്റ് എന്ന് പറയുന്നത്. സോ ആങ്കർ പോയിന്റ് നമുക്ക് ഇഷ്ടമുള്ളിടത്ത് ആഡ് ചെയ്യാം, അങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. നോർമലി ആങ്കർ പോയിന്റ് കിടക്കുന്ന എവിടെയാണ്, കറക്റ്റ് സെന്ററിലാണ്. നമുക്കത് മാറ്റേണ്ട ഒരു ആവശ്യം വരുമെന്ന് തോന്നണില്ല, പക്ഷെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിക്കുക അത്. ഓക്കെ, ഇങ്ങനെ നമുക്ക് ആങ്കർ പോയിന്റ് ആഡ് ചെയ്യാം എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് നിങ്ങൾ പഠിക്കുക. അപ്പൊ ഇതാണ് നമുക്ക് ആങ്കർ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി നമുക്കിവിടെ ക്യാൻവാസ് എക്സ്റ്റൻഷൻ കളർ ഉണ്ട്. അതായത് ഞാനിപ്പോൾ ഈ ഒരു വാല്യൂ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ആ ക്യാൻവാസ് എക്സ്റ്റെൻഡ് ആകുന്നുണ്ടെന്ന് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഓക്കെ, അതിന്റെ കളർ വരുന്നത് ഞാൻ കാണിച്ചു തന്നു. സോ അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന പോർഷനിൽ നമുക്ക് ഏത് കളറാണ് വരേണ്ടത് എന്നുള്ളതാണ് ഈ ക്യാൻവാസ് എക്സ്റ്റൻഷൻ കളർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഓൾറെഡി ബാക്ക്ഗ്രൗണ്ടിൽ ഏത് കളറാണ് കിടക്കുന്നത് ആ കളറാണ് ഇവിടെ ആക്ടിവേറ്റ് ചെയ്തിട്ടേക്കുന്നത്, അത് ബാക്ക്ഗ്രൗണ്ട് ആണ് കിടക്കുന്നത്. സോ നമുക്കിനി ഈ ഫോർഗ്രൗണ്ടിൽ കിടക്കുന്ന ഗ്രീൻ കളറാണ് വേണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങളിവിടെ ഫോർഗ്രൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഫോർഗ്രൗണ്ട് സെലക്ട് ചെയ്തിട്ട് നിങ്ങളിവിടെ ഇതിന്റെ ക്യാൻവാസിന്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, കണ്ടോ, ഫോർഗ്രൗണ്ട് കളർ ആയിരിക്കും ഈ ക്യാൻവാസ് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ആ ഏരിയയിൽ ഫില്ല് ചെയ്ത് വരുന്നത്. ഓക്കെ, അപ്പൊ അതാണ് എന്ത്, ഫോർഗ്രൗണ്ട് കളർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ എന്തുണ്ട്, വൈറ്റ് ഉണ്ട്,
ബ്ലാക്ക് ഉണ്ട്, ഗ്രേ ഉണ്ട്. ഓക്കെ, ഞാനിതെല്ലാം ഒന്ന് കാണിച്ചു തരാം. വൈറ്റ് ആഡ് ചെയ്തു, ഞാനിവിടെ ക്യാൻവാസ് സൈസ് കൂട്ടി കഴിയുമ്പോൾ അവിടെ എന്താണ്, വൈറ്റ് കളറാണ് വരുന്നത്. ഇനി അടുത്ത കളർ ഞാൻ കാണിച്ചു തരാം. അടുത്ത കളർ ഏതാണ്, ബ്ലാക്ക് ആണ്. ബ്ലാക്ക് ഞാൻ സെലക്ട് ചെയ്തു, ഇതിന്റെ വിഡ്ത്ത് 3 കൊടുത്തു, ഹൈറ്റും ഞാൻ 3 കൊടുത്തു. എന്നിട്ട് ഓക്കെ കൊടുക്കുമ്പോൾ എന്താണ്, ബ്ലാക്ക് കളർ നമുക്കിവിടെ ഫില്ല് ചെയ്ത് വരും. അതുപോലെ തന്നെ ക്യാൻവാസ് സൈസിൽ പോയിട്ട് ഞാനിവിടെ ഗ്രേ ആണ് സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ഗ്രേ കളർ ആയിരിക്കും നമുക്കിവിടെ ഫില്ല് ചെയ്ത് വരുന്നത്. അതൊന്ന്. ഇനി അടുത്തത് എന്താണ്, കസ്റ്റം കളർ. ഓക്കെ, നമുക്കൊരു കസ്റ്റം കളർ വേണമെങ്കിൽ അതർ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ കസ്റ്റം കളർ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. സോ ആ കളർ ആയിരിക്കും നമുക്കിവിടെ ക്യാൻവാസിന്റെ സൈസ് കൂടുമ്പോൾ ആ ബാക്കി വരുന്ന ഏരിയയിൽ ഫില്ല് ചെയ്ത് വരുന്നത്, ഈ കാണുന്ന ഏരിയയിൽ. ഓക്കെ, സോ ഈ ക്യാൻവാസ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം നിങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ക്യാൻവാസ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഇമേജിന്റെ സൈസിലൊന്നും ഒരു വ്യത്യാസം വരുന്നില്ല. എവിടെയാണ് വ്യത്യാസം വരുന്നത്, ക്യാൻവാസിലാണ് വ്യത്യാസം വരുന്നത്. സോ ആ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ വർക്ക് ചെയ്യാനായിട്ട്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ക്യാൻവാസ് സൈസിൽ പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ക്യാൻവാസ് സൈസ് ആയിരുന്നു. അതിന്റെ പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നത്. സോ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഇനി അടുത്ത കമാൻഡുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.